നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് യു എസ് മാർക്കറ്റിലോട്ട് ആദ്യം പോകാം. യു എസ് മാർക്കറ്റിലൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു സമ്മിശ്രമായ രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ളത് 0.13% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ S&P 500 ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. നാസ്ഡാക്കിൽ 0.32% ഒരു ഇടിവുമാണ് കാണാൻ സാധിച്ചത്. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അണ്ടർടോൺ ഇൻ അമേരിക്കൻ മാർക്കറ്റ്സ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഡൗ ജോൺസ് ഇൻഡെക്സ് 42,400 42,800 നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് സോണിലായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റക്കായി നിൽക്കുന്നത്. ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 42,400 ആൻഡ് 42,800. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അണ്ടർടോൺ ഡൗ ജോൺസ് ഇൻഡെക്സ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഡൗ ജോൺസ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആണ് നടത്തി വരുന്നത്. 21,600 ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ്. എന്റെ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 21,900, 22,100, 22,600. മൈ എക്സ്പെക്ടേഷൻ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഈ ടാർഗറ്റ് ലെവൽസിലോട്ട് നാസ്ഡാക്ക് ഇൻഡെക്സ് എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് നമുക്ക് പോകാം. കമ്മോഡിറ്റി നോക്കുമ്പോൾ നമുക്കിന്ന് ബ്രന്റ് ക്രൂഡിലും WTI ക്രൂഡിലൊക്കെ ഒരു മികച്ച മുന്നേറ്റം മാർക്കറ്റ് ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു 3% ഒരു നേട്ടം ഈ രണ്ട് കമ്മോഡിറ്റിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ ഇപ്പോൾ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും $64 റെസിസ്റ്റൻസ് ക്രൂഡിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ ഏർലി മോർണിംഗ് ട്രേഡ് നോക്കുമ്പോൾ നമുക്ക് ബ്രന്റ് ക്രൂഡിന്റെ കേസിൽ ഒരു 2% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. $65-66 ആ ഒരു റെസിസ്റ്റൻസിൽ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, നമുക്കിനി ഗോൾഡിലോട്ട് പോകുമ്പോൾ കാണാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഗോൾഡ് ഒരു 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു നിലയിലായിരുന്നു ഒരു ക്ലോസിംഗ് എടുത്തത്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഗോൾഡ് ഒരു 0.5 ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ ഇനി താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമിൽ ഒരു മീഡിയം റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $3,330 അമേരിക്കൻ ഡോളർ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. 3,330 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 3,370, അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $3,400. സാർ, നമുക്കിനി നിഫ്റ്റി 50 വരാം. നിഫ്റ്റി 50 വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് ഒരു ക്ലോസിംഗ് എടുത്തത് 24,750 എന്നൊരു നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആണ്. അതായത് 0.3% ഒരു ഇടിവാണ് മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. ഇനി നിഫ്റ്റി 50 താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 കേസിലെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 25,125 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്ട്രേറ്റ് അവേ നമുക്കൊരു 200-250 പോയിന്റ് നേട്ടം കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 25,600, 26,000 പോയിന്റും ആയിരിക്കും. സോ ലെറ്റ് us wait for 25,125 to be broken. സാർ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ പറ്റിയാണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി ഒരു 0.3% ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. 55,749 എന്നൊരു നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 3 വീക്കുകളായ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇപ്പോൾ കഴിഞ്ഞ 5 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിരിക്കുന്നത്. ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് ഏപ്രിൽ 23, അന്ന് 56,098 പോയിന്റ് ആയിരുന്നു ഓൾ ടൈം ഹൈ.
സോ നമ്മൾ ഈ ആഴ്ചയും ശ്രദ്ധിച്ച് വാച്ച് ചെയ്യേണ്ട ലെവൽ ഇസ് 56,100. 56,100 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. സാർ, നമുക്കിനി സ്റ്റോക്ക് സ്പെസിഫിക്കിലോട്ട് വരാം. താങ്കൾ കഴിഞ്ഞ നമ്മുടെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ ഒരു എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, അതായത് PSU ബാങ്കുകളിൽ വലിയൊരു അവസരത്തിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് നോക്കുമ്പോഴും PSU ബാങ്കിങ് സൂചികയിൽ 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. അപ്പോൾ PSU ബാങ്കിലെ ചില ബാങ്കുകളുടെ വ്യൂ ആണ് ആദ്യം അറിയേണ്ടത്. ആദ്യം ചോദിക്കാനുള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. 3.87% ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡെയിലി ഒരു സ്റ്റോക്കിനെ കാഴ്ചവെക്കാൻ സാധിച്ചത്. സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്കൊരു വീക്കിലി ട്രേഡിംഗ് എടുക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 വീക്കുകളിലായി നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു പറഞ്ഞ വളരെ ശരിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത് PSU ബാങ്ക് ഇൻഡെക്സിലോട്ടായിരുന്നു. സോ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ 5 ആഴ്ചകളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസം കംപ്ലീറ്റ്ലി നമുക്ക് നേട്ടം നൽകിയൊരു ഇൻഡെക്സ് ആയിരുന്നു PSU ബാങ്ക് ഇൻഡെക്സ്. ആൻഡ് എസ്പെഷ്യലി നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു PSU ബാങ്ക് ഇൻഡെക്സ് നൽകിയത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്ത് പിന്നീട് നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക് മുതലായ സ്മോൾ ക്യാപ്പ് PSU ബാങ്ക്സ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ റിക്കവറിയിലോ അതല്ലെങ്കിൽ PSU ബാങ്ക് ഇൻഡെക്സിന്റെ റിക്കവറിയിലോ ഇന്നുവരെ അത് പങ്കെടുത്തിട്ടില്ല. ബട്ട് ഇൻസിഡന്റ്ലി നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നല്ലൊരു ലോ റിസ്ക് ട്രേഡിംഗ് ബുള്ളിഷ് അവസരം ഫോമായി വരുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം. ഇതൊരു ഹൈ റിസ്ക് ട്രേഡ് ആയിരിക്കും. ബട്ട് ഐ തിങ്ക് ദ റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 39.70 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 43 രൂപ. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 47 രൂപ. സാർ, അടുത്ത അറിയേണ്ടത് നമുക്ക് യൂക്കോ ബാങ്കിനെ പറ്റിയാണ്. 5.6% എന്നൊരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. യൂക്കോ ബാങ്കിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വളരെ സിമിലർ പാറ്റേൺ യൂക്കോ ബാങ്കിന്റെ കേസിലും കാണാൻ സാധിക്കുന്നത്. സോ ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 34 രൂപയായിരിക്കും. 34ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 38 രൂപ 50 പൈസ. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 40 രൂപ 50 പൈസ. അടുത്തത് അറിയേണ്ടത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. 5% ഒരു നേട്ടമായിരുന്നു വെള്ളിയാഴ്ച ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 39 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. IOBയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IOBയുടെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 41 രൂപയിലാണ്. 41ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 45 അതിനുശേഷം 48. സാർ, ഇനി നമുക്ക് ഈ ഒരു PSU ബാങ്കിങ് സൂചികയിലെ സ്റ്റോക്കിൽ നിന്ന് അവസാനമായ ഒരു സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ സാർ അവസാനം പറഞ്ഞ പോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കാണ്. ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ കൂടി ഒന്ന് പറയാമോ? നിലവിൽ ഇപ്പോൾ 31 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 4% ഒരു നേട്ടമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു റാലിയിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 32 രൂപ 75 പൈസയിലാണ് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 35 അതിനുശേഷം 38 രൂപയിലും ആയിരിക്കും. സാറേ, നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡാൽമിയെ പറ്റിയാണ്. ഡാൽമിയ 1.8% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 433 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞൊരു മാസം 15% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഡാൽമിയയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഡാൽമിയ ഷുഗേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഓവറോൾ ഷുഗർ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റോക്സിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. മെയ് മാസത്തിൽ 360 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഡാൽമിയ ഷുഗർ പെട്ടെന്നായിരുന്നു അതിലൊരു കുതിപ്പ് കണ്ടത്. ആൻഡ് അതിനുശേഷം 460 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു.
ബട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. ഇന്നത്തെ ട്രേഡിലും അതായത് ഈ ആഴ്ചത്തെ ട്രേഡിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 448 രൂപ. 448ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 50 മുതൽ 70 രൂപയുടെ കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് JSW ഇൻഫ്രയെ പറ്റിയാണ് അറിയേണ്ടത്. 290 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. 0.38% ഒരു നേട്ടമായിരുന്നു സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. ഈ സ്റ്റോക്കിനെ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞൊരു ജൂലൈയിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത്. ഏതായാലും ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 20% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലെവലിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. JSW ഇൻഫ്രയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So JSW is a mid cap stock. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ടുള്ള 440, അതിനുശേഷം അതിന് തൊട്ട് മുകളിൽ 480 രൂപയിൽ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. ഈ 2 സപ്പോർട്ട് നിലനിൽക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് നമുക്ക് ഒരു ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നത് 507 രൂപയിൽ. 507ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. 520, 526, 535, 545 ഇത് ഈ 4 ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഏരിയാസ്. NTPC ഗ്രീനിൻ്റെ ഒരു വ്യൂ ആണ് ഇനി അറിയേണ്ടത്. നിലവിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 1.39% ഒരു ഇടിവിൽ 111 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് സ്റ്റോക്ക് ഒരു 30%-ലധികം ഒരു റിട്ടേൺ രേഖപ്പെടുത്തുന്നതായിട്ടാണ്. അതായത് ഒരു ബോട്ടത്തിൽ നിന്ന് ആ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുക്കുന്നത്. 3 മാസങ്ങളിലായിട്ട് ആ ഒരു നേട്ടം സ്റ്റോക്കിൽ കാണുന്നുമുണ്ട്. NTPC ഗ്രീനിൽ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? NTPC ഗ്രീൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി ദിവസങ്ങളായിട്ടില്ല. ആൻഡ് ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് കനത്ത സെല്ലിംഗ് ആയിരുന്നു മാർച്ച് മാസം വരെ കാണാൻ സാധിച്ചത്. അതിനുശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബുള്ളിഷ്. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 100 മുതൽ 108 രൂപയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ആയിരിക്കും. ഇനി മഹീന്ദ്രയെ പറ്റിയാണ് അറിയേണ്ടത്. 1.07% ഒരു ഇടിവിൽ 2976 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയുടെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മഹീന്ദ്രയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? മഹീന്ദ്രയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ഇല്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2870 രൂപയുടെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. GRSയുടെ ഒരു വ്യൂ ആണ് ഇനി അറിയേണ്ടത്. ഗാർഡൻ റീച്ച് നമ്മൾ നോക്കുമ്പോൾ 2.81% ഒരു ഇടിവിൽ 3003 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം ഒരു മികച്ച പെർഫോമൻസ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ഓൾമോസ്റ്റ് ഒരു 56% നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തൊരു മാസം കൂടിയായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഇനിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യണോ അതോ മുന്നോട്ടൊരു സാധ്യതയുണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്കൊരു അല്പം ഓവർ ഹീറ്റിംഗ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 2900 രൂപയിൽ കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കും. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് പുതിയ ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഇനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെ പറ്റിയാണ് അറിയേണ്ടത്. ഏതായാലും സ്റ്റോക്ക് നോക്കുമ്പോൾ 1.06% ഒരു നേട്ടത്തിൽ 954 എന്നൊരു നിലയിലായിരുന്നു ഒരു ക്ലോസിംഗ് എടുത്തിരുന്നത്. കഴിഞ്ഞ മാസം സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു മികച്ച മാസമായിരുന്നു എന്ന് പറയാം. ഏകദേശം 20%-ലേക്ക് അടുത്തൊരു നേട്ടം സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസത്തിലെ ഒരു ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ LICയിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LICയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയിൽ നല്ലൊരു കുതിപ്പായിരുന്നു കാണാൻ സാധിച്ചത്. നല്ല വളരെ മികച്ച ഒരു ഫൈനാൻഷ്യൽ റിസൾട്ട് ആയിരുന്നു നമുക്ക് നൽകിയത്. അതിനെ തുടർന്ന് ബോത്ത് ദ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
ബട്ട് എങ്കിലും വളരെ വളരെ ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കാം. നമ്മൾ ട്രേഡിംഗ് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്കിൽ പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. ഇനി എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 5% ഒരു മുന്നേറ്റം വെള്ളിയാഴ്ച ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 229 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ വീക്കിലി ട്രേഡിംഗ് തന്നെ പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 വീക്കുകളായി മികച്ച ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു മന്ത്ലി ചാർട്ട് പാറ്റേൺ നോക്കുമ്പോഴും കഴിഞ്ഞൊരു മാസം 28% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കുതിപ്പിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഞാൻ നേരത്തെ LICയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വളരെ ഷോർട്ട് ടേമിൽ നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നൊന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, ഇനി കിറ്റക്സ് ഗാർമെൻറ്റ്സിനെ പറ്റിയാണ് അറിയേണ്ടത്. 1.49% നേട്ടത്തിൽ 297 എന്നൊരു പ്രൈസിലായിരുന്നു ഒരു ക്ലോസിംഗ് അടുത്തത്. സ്റ്റോക്കിനെ പറ്റി ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലായി ഒരു മികച്ച റിട്ടേൺ സ്റ്റോക്ക് നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മാസം 23% ഒരു റിട്ടേൺ രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ഈ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കിറ്റക്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? Kitex Garments is a small cap stock, but ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 320 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 10 മുതൽ 15% നേട്ടം ഒരു ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സാർ, ഇനി റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ടിറ്റാഗറിനെ പറ്റിയാണ് അറിയേണ്ടത്. ടിറ്റാഗർ 2.1% ഒരു ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 891 ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു 19% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ടിറ്റാഗറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടിറ്റാഗറിന്റെ കേസിൽ മെയ് മാസത്തിന് ശേഷം നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് ഡേയ്സിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ആ പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 952. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസിൽ 1025, 1060, 1105. സാർ, ഇനി അറിയേണ്ടത് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിനെ പറ്റിയാണ്. 0.4% ഒരു നേട്ടമായിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 683 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ 13% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. ATGL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ATGL അതുപോലെ തന്നെ അഡാനി എന്റർപ്രൈസസ് മുതലായ പല അഡാനി സ്റ്റോക്സിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരേ ഒരു കാര്യം ഓർക്കേണ്ടത് അഡാനി സ്റ്റോക്സിനൊക്കെ ഒത്തിരി ഡെറ്റുള്ള കമ്പനീസ് ആൻഡ് ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്കിലും അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 695 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 714, 728, 755. ഇനി നമുക്ക് അറിയേണ്ടത് എക്സൈഡ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. എക്സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഒരു 0.5% ഇടിവിലായിരുന്നു ഒരു ക്ലോസിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. 386 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ജൂണിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ തുടർച്ചയായ ഒരു ഇടിവായിരുന്നു പല മാസങ്ങളിലും രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞൊരു 2 മാസത്തിൽ നേരിയ ഒരു കൺസോൾട്ടേഷൻ പോലെ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഒരു 10% ഒരു നേട്ടം ഈ ഒരു കഴിഞ്ഞൊരു മാസം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി എക്സൈഡിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? എക്സൈഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് 2 റെസിസ്റ്റൻസ് ലെവൽസാണ് കാണുന്നത്. 400, അതിനുശേഷം 420. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ.
സാർ ഇനി നമുക്ക് അറിയേണ്ടത് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കായ HDFC ലൈഫിനെ കുറിച്ചാണ്. നമുക്ക് HDFC ലൈഫ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിലൊരു 0.5% ഒരു ഇടിവാണ് സ്റ്റോക്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിച്ചത്. 776 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് സ്റ്റോക്കിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി HDFC ലൈഫിൽ ഇനി എന്താണ് ഒരു താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? HDFC ലൈഫിന്റെ കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയത്. സോ നാച്ചുറലി ദ സ്റ്റോക്സ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 775 രൂപയിലായിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിക്കും. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സാർ ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഈസ്മൈ ട്രിപ്പാണ്. ഈസ്മൈ ട്രിപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.18% ഒരു നേട്ടത്തിൽ 11 എന്നുള്ളൊരു പ്രൈസിലാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളിലായി മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ്മൈ ട്രിപ്പിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈസ്മൈ ട്രിപ്പ് കഴിഞ്ഞ ആഴ്ച അവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. അത് വളരെ എക്സൈറ്റിംഗ് ഒരു റിസൾട്ട് അല്ലായിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ദ ഷോർട്ട്സ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത് അതിൻ്റെ ഓൾ ടൈം ലോ ലെവൽസിൻ്റെ വളരെ അടുത്തായിട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. സാർ ഇനി നമുക്ക് IT സെക്ടറിൽ നിന്നുള്ള TCSനെ പറ്റിയാണ് അറിയേണ്ടത്. 1% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 3463 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 20% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. TCSൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? TCSന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്ക് കൺസോളിഡേഷനാണ് നടത്തി വരുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ പ്രിപ്പയർഡ് ആയി വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 3563 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 3655. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഒരു 300 മുതൽ 350 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് IRDA പറ്റിയാണ് അറിയേണ്ടത്. നിലവിൽ സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 1% ഒരു ഇടിവിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് എടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. 174 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു 3 മാസങ്ങളിലായിട്ട് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും IRDAയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? IRDA ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 182, അതിനെ തുടർന്ന് 192. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. സാർ ഇനി IFCയെ പറ്റിയാണ് അറിയേണ്ടത്. IFCയെ നോക്കുമ്പോൾ 6% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 67 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ജൂലൈയിൽ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ മാസം നോക്കുമ്പോൾ സ്റ്റോക്ക് ഏകദേശം 60% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് കാഴ്ചവെച്ചത്. സ്റ്റോക്കിൽ ഇനി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാമോ, അതോ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനുള്ള ഒരു ചാൻസ് ഉണ്ടോ? സോ IFCയുടെ കേസിൽ കഴിഞ്ഞ ഒരു മാസത്തെ കുതിപ്പിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഫസ്റ്റ് ഡേ ഓഫ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മൾ വളരെ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈങ് അവസരം ലഭിക്കും. സാർ ഇനി അറിയേണ്ടത് ദീപക് ഫെർട്ടിലൈസറിനെ പറ്റിയാണ്. സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2.36% ഒരു ഇടിവിൽ 1483 എന്നുള്ളൊരു പ്രൈസിലാണ് വെള്ളിയാഴ്ച ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ലാസ്റ്റ് 3 മന്ത്സായിട്ട് സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മാസത്തിൽ 15% ഒരു നേട്ടത്തിൽ പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദീപക് ഫെർട്ടിലൈസേഴ്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ദീപക് ഫെർട്ടിലൈസറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു.
ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. ബട്ട് വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഒരു അല്പം ഓവർ ഹീറ്റിംഗ് കാണുന്നുണ്ട്. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1478 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ ട്രേഡിൽ അവോയ്ഡ് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും നമ്മുടെ Thank you, പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് മൈഫിൻ്റെ ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഉള്ള പ്രോഗ്രാമുകൾ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി അനില ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.